സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ആയിട്ടാണ്. ഓക്കെ, നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നിനുമല്ല, ഇത് നമ്മുടെ വയനാടൻ ചുരം കയറാൻ പോകുകയാണ്. ഇത് ബസ് സിമുലേറ്ററിലുള്ളതാണ്. അപ്പോൾ KSRTC കൊണ്ടാണ് കയറുന്നത്. KSRTC അടൂർ. അപ്പം നമുക്ക് എന്തായാലും ആ മാപ്പിൻ്റെ സ്ഥലം നോക്കാം. ഇത് ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നതാണ്. ഈ പടങ്ങ് തൊട്ട് ഇതുവരെയാണ്. ഓക്കെ ഗൈസ്, ആടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോവാം. പിന്നെ ഒരു കാര്യം, മാപ്പിൽ കാണിച്ചിങ്ങനെ വഴി പോയാൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റില്ല. പെട്ടെന്ന് എത്താൻ വേണ്ടി ഈ റൈറ്റ് സൈഡാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ റൈറ്റ് സൈഡ് പോവാതെ നമ്മൾ നേരെ പോയാൽ പെട്ടെന്ന് എത്തും. രണ്ട് സൈഡിൽ കൂടെ പോയാലും ഒരു സ്ഥലത്തേ എത്തുള്ളൂ. എന്നാലും പെട്ടെന്ന് എത്താൻ വേണ്ടി നേരെ പോയാൽ മതി. നമുക്ക് നേരെ പോവാം. ഇപ്പോൾ ഗൈസ്, ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കുത്തുക. അത് മറക്കരുത് ഗൈസ്. മാക്സിമം സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. നൈസായിട്ടൊന്ന് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയതാണ് ഗൈസ്, ഇടിച്ച്. പിന്നെ എനിക്ക് അധികം കൺട്രോളൊന്നും ഇല്ല. ഞാൻ കീബോർഡും മൗസും ഫോണിൽ കണക്ട് ചെയ്താണ് കളിക്കുന്നത്. എനിക്കധികം കൺട്രോളില്ല. അപ്പോൾ അവിടെ ഇടിച്ചെന്ന് വയ്ക്കും. സോറി. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കൺട്രോൾ ഇല്ലെന്ന്. സോറി ഗൈസ്, ക്ഷമിക്കുക. അവിടെ ഇടിച്ചെന്ന് വയ്ക്കും. പിന്നെ ഗൈസ്, ഇവിടെ എത്തപ്പോഴത്തേക്ക് ഇതാണ്ട് ഈ ഒരു പച്ച വണ്ടീനെ കാണണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പച്ച വണ്ടിയെ കണ്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ അങ്ങ് പോവുക. അപ്പം അടുത്ത മാപ്പ് എത്തും. കൺട്രോളില്ലാത്തതുകൊണ്ടാണ് ഗൈസ് ഇടിക്കുന്നത്. ഗൈസ്, പിന്നെ കൈ കൊണ്ട് കളിച്ചിരുന്നെങ്കിൽ ഇപ്പം കാണാമായിരുന്നു, പെട്ടെന്ന് ഇടിച്ചാനാ. അടുത്ത മാപ്പ് എത്തിയിട്ടുണ്ട്. അപ്പം ഗൈസ്, അടുത്ത മാപ്പിലോട്ട് കടന്ന് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോവുക. ഒരു വളവും തിരിവും ഇല്ല. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ചുരം എത്തും. ഗൈസ്, എനിക്കൊരു ലൈക്ക് തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ ഇത്രയും കളിക്കുന്നതല്ലേ, ഒരു ലൈക്ക് തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഓക്കെ ഗൈസ്, നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ എല്ലാം. ഓക്കെ, നിങ്ങളെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് കളിക്കാൻ പോലും പറ്റില്ലായിരുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് വ്യൂസ് കൂട്ടുക എനിക്ക്. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും അവിടെ എത്താറായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ പോയാൽ അവിടെ എത്തും. നമ്മൾ എന്തായാലും എനിക്ക് കൺട്രോൾ കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണോയെന്ന് അറിഞ്ഞൂടാ ഗൈസ്. ബ്രേക്ക് പിടിച്ചിട്ട് ബ്രേക്കിന് പകരം വേറെ എന്തിനൊക്കെയാണ് ഞാൻ കുത്തിയത്.
അതാണ് എൻ്റെ കൺട്രോള്. അയ്യോ, ഈ സൈഡിലോട്ട് പോയാൽ കുഴിയാണ്. സൈഡിലോട്ട് വീണാൽ പിന്നെ ഇറങ്ങാനേ പറ്റൂല. പറഞ്ഞില്ല ഇതാണ്ട്. പക്ഷേ ഇറങ്ങി ഗൈസ്. ലക്ക് എന്നൊക്കെ വെച്ചാൽ ഇതാണ് ലക്ക്. നമ്മളെന്തായാലും എത്താറായിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ എത്തും. അതുകൊണ്ട് ആ കാണുന്നതാണ് നമ്മുടെ വയനാടൻ ചുരം. നമ്മൾ കത്തിച്ചു വിടുന്നു ഗായ്സ്. കത്തിച്ച് 170 സ്പീഡിൽ. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. ഇതെന്ത് ഗൈസ് ഇങ്ങനെ നിൽക്കുന്നത്? ഇതെന്ത് ഫ്രണ്ട് പൊങ്ങി നിൽക്കുന്നത് ബസ്? വയനാടൻ ചുരം കാണിച്ചു തരാൻ വന്ന ഞാനാണ്. ഇപ്പം എന്തൊരു സംഭവിച്ചേ നോക്ക്. ഇറങ്ങാൻ പോലും പറ്റുന്നില്ല ഗൈസ്. എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും ഈ വയനാടൻ ചുരം കാണിക്കുന്നതാണ് ഗൈസ്. ഏത് വണ്ടിയിൽ കാണിക്കണമെന്ന് കമൻറ്റ് ചെയ്യുക, മറക്കരുത് ഗൈസ്. മാക്സിമം സപ്പോർട്ടാണ് വേണ്ടത്. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്, മറക്കരുത്. പിന്നെ ഞാൻ എൻ്റെ ഒരു അനിയത്തിയുടെ ചാനലും കൂടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതും കൂടെ സപ്പോർട്ട് ചെയ്യുക. ബൈ.